Hello, ഇന്ന് നമുക്ക് 6 OT and OT anesthesia for special surgeries യൂണിറ്റ് 234 ആണ്. കമ്പൈൻ ചെയ്യുകയാണ്. 234 കുറച്ച് എല്ലാം ചെറിയ ഇതിലുള്ളതുകൊണ്ട് മൂന്നും ഒന്നിച്ച് കമ്പൈൻ ചെയ്ത് നമ്മൾ കവർ ചെയ്യാണ്. 50 MCQs വിത്ത് ആൻസേഴ്സ് ആൻഡ് എക്സ്പ്ലനേഷനും 10 essay ടൈപ്പ് ക്വസ്റ്റ്യൻസും ഉണ്ടാവും. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. PR intervals. PR interval represents എന്താണ്? PR interval basically atriovenous conductionനെയാണ് atrioventricular conductionനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഏട്രിയത്തിൽ നിന്ന് വെൻട്രിക്കിലേക്ക് പോകുമ്പം ഉള്ള ഒരു സമയ ഡിലേ ഉണ്ട്, ഒരു ടൈം ഡിലേ ഉണ്ട്. ആ ഡിലേ ആണ് നമ്മൾ PR interval ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആൻസർ ബി ആണ്. QRS കോംപ്ലക്സ് ഷോസ്. QRS എന്താണ് കാണിക്കുന്നത്? മൊത്തം വെൻട്രിക്കിളുടെ ഫംഗ്ഷൻ ആണ് കാണിക്കുന്നത്. അപ്പം വെൻട്രിക്കിൾ രണ്ട് സ്റ്റേജ് ഉണ്ട്, ഡീപോളറൈസേഷനും റീപോളറൈസേഷനും. അപ്പം ഫസ്റ്റ് ഡീപോളറൈസേഷൻ, അത് കഴിഞ്ഞിട്ട് റീപോളറൈസേഷൻ ആണ്. അപ്പോൾ വെൻട്രിക്കുലർ ഡീപോളറൈസേഷൻ ആണ് QRS കോംപ്ലക്സ് കാണിക്കുന്നത്. ആൻസർ ബി ആണ്. ST എലിവേഷൻ ഇൻഡിക്കേറ്റർ. ST എലിവേഷൻ എപ്പോഴാണ് വരുന്നത്? ബ്ലഡ് സപ്ലൈ കുറഞ്ഞ് ഓക്സിജൻ ലെവൽ കുറഞ്ഞ് മസിൽ പെർമനൻ്റ്ലി ഡാമേജ് ആയി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ചേഞ്ചിനാണ് ST എലിവേഷൻ വരുന്നത്. അപ്പം മയോകാർഡിയൽ ഇൻഫാക്ഷൻ ആണ്. അപ്പോൾ അക്യൂട്ട് പെട്ടെന്ന് ഹാർട്ടിന് ഇഞ്ചുറി വന്നു, ഓക്സിജൻ സപ്ലൈ ഇല്ലാതെ ഇൻഫാക്ഷനായി പെർമനൻ്റ്ലി ഹാർട്ടിന് മസിൽ ഡാമേജ് ആയാൽ അതിന് ആ സമയത്താണ് ST എലിവേഷൻ വരുന്നത്. ആൻസർ ബി ആണ്. നോർമൽ CVP വാല്യൂ, സെൻട്രൽ വെനസ് പ്രഷറിന്റെ വാല്യൂ ആണ് ചോദിക്കുന്നത്. നോർമൽ വാല്യൂ എന്ന് പറയുന്നത് 2 to 6 millimeter ഓഫ് മെർക്കുറിയാണ്. ആൻസർ ബി ആണ്. ആർട്ടീരിയൽ ലൈൻ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് അഡ്വാൻറ്റേജ്? കണ്ടിന്യൂസ് ആയിട്ട് BP മോണിറ്ററിങ് കിട്ടും, റിയൽ ടൈം BP കിട്ടും. അപ്പോഴെപ്പോഴുള്ള BP നമുക്ക് അറിയാൻ പറ്റും. ആൻസർ ബി ആണ്. പൾമണറി ആർട്ടറി കത്തീറ്റർ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് അഡ്വാൻറ്റേജ്? നമുക്ക് പൾമണറി പ്രഷർ അല്ലെങ്കിൽ പൾമണറി ആർട്ടറി പ്രഷർ നമുക്ക് മെഷർ ചെയ്യാം. ആൻസർ ബി ആണ്, PAP. TEE, ട്രാൻസ് ഇസോഫേഗൽ എക്കോകാർഡിയോഗ്രാഫി. നമ്മൾ ഹാർട്ടിൻ്റെ എക്കോ ചെയ്യുമ്പോൾ ഇസോഫാഗത്തോടെ ട്യൂബ് ഇട്ടിട്ട് ചെയ്യാം. അതിനാണ് TEE എന്ന് പറയുന്നത്. അപ്പം അതെവിടെ വെക്കുന്നത്? നമ്മൾ വാക്യകത്തൂടെയാണ് നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നത്. ആൻസർ ബി ആണ്, മൗത്ത്. ബീറ്റ ബ്ലോക്കർ കൊടുത്താൽ എന്താണ് അഡ്വാൻറ്റേജ്? ബീറ്റ ബ്ലോക്കർ കൊടുത്താൽ ഹാർട്ട് റേറ്റ് കുറയും, BP കുറയും, ഓക്സിജൻ ഡിമാൻഡ് കുറയും, ഹാർട്ടിൻ്റെ വർക്ക് ലോഡ് കുറയും. ആൻസർ ഡി ആണ്, ഓൾ. കാൽഷ്യം ചാനൽ ബ്ലോക്കേഴ്സ് ആക്ട് ഓൺ. കാൽഷ്യം ചാനൽ ബ്ലോക്കർ എന്ന് വെച്ചിട്ട് കാൽഷ്യത്തിനെ ബ്ലോക്ക് ചെയ്യുന്നതാണ്. അതൊരു ആൻറ്റി ഹൈപ്പർ ടെൻസിറ്റി യൂസ് ചെയ്യുന്ന ഡ്രഗാണ്. അപ്പോൾ ആൻസർ ബി ആണ്. ഇറ്റോമിഡിയേറ്റ് അഡ്വാൻറ്റേജ് എന്താണ്? കാർഡിക് കോംപ്ലിക്കേഷൻസ് കുറവായിരിക്കും, BP മെയിൻറ്റെയിൻ ചെയ്ത് പോകും. അപ്പോൾ ആൻസർ ബി ആണ്, സ്റ്റേബിൾ BP. പ്രൊപ്പോഫോൾ എഫക്റ്റ്. പ്രൊപ്പോഫോളിലുണ്ട് എന്താണ് എഫക്റ്റ്? എൻ്റെ ഒരു സൈഡ് എഫക്റ്റ് എന്താണ്? അത് ബ്ലഡ് വെസൽസ് ഡൈലേറ്റ് ചെയ്യും, അപ്പോൾ BP കുറയും. അപ്പോൾ ആൻസർ ബി ആണ്, ഹൈപ്പോടെൻഷൻ. സിവോഫ്യൂറിൻ്റെ അഡ്വാൻറ്റേജ് എന്താണ്? പെട്ടെന്ന് പേഷ്യൻ്റ് ഇൻഡ്യൂസ് ചെയ്യാൻ പറ്റും, അനസ്തേഷ്യ കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ആൻസർ ബി ആണ്, റാപ്പിഡ് ഇൻഡക്ഷൻ അല്ലെങ്കിൽ സ്മൂത്ത് ഇൻഡക്ഷൻ ആണ്. CABG മീൻസ് കോറണറി ആർട്ടറി ബൈപ്പാസ് ഗ്രാഫ്റ്റ് ആണ്. ബൈപ്പാസ് സർജറിയാണ്, ഹാർട്ട് ചെയ്യുന്ന സർജറിയാണ്. ആൻസർ എ ആണ്, കോറണറി ബൈപ്പാസ്. CVP സ്റ്റാൻഡ്സ് ഫോർ കാർഡിയോപൾമണറി ബൈപ്പാസ് ആണ് CVP എന്ന് പറയുന്നത്. കാർഡിക് സർജറിയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കാർഡിയോപൾമണറി ബൈപ്പാസ്. ആൻസർ ബി ആണ്. ഓക്സിജൻ ഡെലിവറി ഡിപ്പെൻഡ്സ് അപ്പോൺ. എത്ര ഓക്സിജൻ കിട്ടണം എന്നുള്ളത് തീരുമാനിക്കുന്നതൊക്കെയാണ്. ആൻസർ ഡി ആണ്. HB ഉണ്ട്, CO ഉണ്ട്, SaO2 ഇതുമെല്ലാം ഓക്സിജൻ ഡെലിവറിയെ കോൺട്രിബ്യൂട്ട് ചെയ്യും. ആൻസർ ഡി ആണ്. ABG മീൻസ് ആർട്ടീരിയൽ ബ്ലഡ് ഗ്യാസ് ആണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ എന്തൊക്കെ ഓക്സിജൻ നോക്കുന്നുണ്ട്, കാർബൺ ഡൈഓക്സൈഡ് നോക്കുന്നുണ്ട്, pH നോക്കുന്നുണ്ട്, എല്ലാം നോക്കുന്നുണ്ട്. അപ്പോൾ ആൻസർ ഓൾ ആണ്. ആസ്റ്റോസിസ് മീൻസ് pH ലെവല് നോർമലിനെ കാട്ടി കുറയുന്നു. അപ്പം pH ലെവൽ ലെസ് ദാൻ 7
ആണ് അസിഡോസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ആൻസർ എ ആണ്. ഹൈക്ലോ മീൻസ് പി എച്ച് ലെവൽ മോർ ദാൻ 7 ആണ്. ആൻസർ ബി ആണ്. ഹൈപ്പോതെർമിയ ടെമ്പറേച്ചർ കുറയാണ്. നോർമൽ ടെമ്പറേച്ചർ കുറഞ്ഞ് അത് ഒരു 35 താഴെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഹൈപ്പോതെർമിയായിട്ട് ഡിഫൈൻ ചെയ്യുന്നു. ഓക്കെ, ആൻസർ ബി ആണ്. പോസ്റ്റ് ഓഫ് എ എഫ് എട്രിയൽ ഫിബ്രിലേഷൻ. എ എഫ് എന്ന് വെച്ചാൽ ആട്രിയൽ ഫിബ്രിലേഷൻ ഒരു അരിത്മിയാണ്. ആൻസർ ബി ആണ്. കാർഡിയോവർഷൻ അല്ലെങ്കിൽ നമ്മൾ ഡി സി ഷോക്ക് കൊടുക്കുന്ന എപ്പോഴാണ്, അല്ലെങ്കിൽ അരിത്മിയ ഉള്ളപ്പോഴാണ് കാർഡിയോവർഷൻ കൊടുക്കുന്നത്. ആൻസർ ബി ആണ്. സെൽ സൽവേജ് റെഫേഴ്സ് ടു സെൽ സൽവേജ് എന്ന് വെച്ചാൽ നമ്മൾ പേഷ്യൻ്റെ ബ്ലഡ് തന്നെ പേഷ്യൻ്റ് കൊടുക്കുന്നതാണ് സെൽ സൽവേജ് എന്ന് പറയുന്നത്. അപ്പം അതൊരു റീഫ്യൂഷൻ ടെക്നിക്കാണ്. പേഷ്യൻ്റ് ഒരുപാട് ബ്ലഡ് ലോസ് വരുമ്പോൾ ആ ബ്ലഡിനെ കളക്ട് ചെയ്തിട്ട് സർജറി സമയത്ത് ആ ബ്ലഡിനെ എടുത്തിട്ട് നമ്മൾ പേഷ്യൻ്റ് ശരീരത്തിൽ വീണ്ടും നമ്മൾ തിരിച്ചു കൊടുക്കുന്നു. അപ്പോൾ റീ ഇൻഫ്യൂഷൻ അല്ലെങ്കിൽ റിട്ടേൺ ചെയ്യുന്ന പേഷ്യൻ്റ് ബ്ലഡിനെ. അപ്പോൾ ആൻസർ ഇതിനകത്ത് ബി ആണ്, ബ്ലഡ് റീയൂസ്. സെറിബ്രൽ എംബോളിസം കോസസ്. സെറിബ്രൽ എംബോളിസം വെച്ചാൽ ബ്രെയിനിൻ്റെ ബ്ലഡ് സപ്ലൈക്കകത്ത് എംബോളസ് അല്ലെങ്കിൽ ഒരു ബ്ലോക്ക് വരികയാണെങ്കിൽ അതിനാണ് സെറിബ്രൽ എംബോളിസം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്ത് പറ്റും, ആ ഭാഗത്തേക്കുള്ള ബ്രെയിൻ പെർഫോം ചെയ്യത്തില്ല. അപ്പോൾ സ്ട്രോക്ക് വരാം. ആൻസർ എ ആണ്. സെൻട്രൽ വെനസ് ലൈൻ പ്ലേസ്ഡ് ഇൻ. സെൻട്രൽ വെനസ് ലൈൻ എവിടെയാണ് വെക്കുന്നത്? വെയിനകത്താണ് വെക്കുന്നത്. അപ്പം ഡയറക്റ്റായിട്ട് നമുക്ക് സെൻട്രൽ വെയിനിലേക്ക് ആക്സസ് കിട്ടാൻ വേണ്ടിയാണ് വെക്കുന്നത്. ആൻസർ ബി ആണ്. നോർമൽ SpO2 എത്രയാണ്? നോർമൽ SpO2 95 to 100% ആണ്. ആൻസർ സി ആണ്. ബ്രാഡിക്കാർഡിയ. ബ്രാഡിക്കാർഡിയ ഹാർട്ട് റേറ്റ് കുറവാണ്. സാധാരണ 60 താഴെ പോകുമ്പോഴാണ് ബ്രാഡിക്കാർഡിയ എന്ന് പറയുന്നത്. ആൻസർ ബി ആണ്. ടാക്കിക്കാർഡിയ ഹാർട്ട് റേറ്റ് കൂടുതലാണ്. സാധാരണ 100 മേളിൽ പോകുമ്പോൾ ടാക്കിക്കാർഡിയ എന്ന് പറയുന്നത്. ആൻസർ ബി ആണ്. ഹൈപ്പോക്സിമീസ് ഓക്സിജൻ ലെവൽ കുറവാണ്. അപ്പോൾ ലോ ഓക്സിജൻ ആണ്. ആൻസർ എ ആണ്. ഹൈപ്പർ കാപ്നിയ മീൻസ് കാർബൺ ഡയോക്സൈഡ് ലെവൽ കൂടുതലാണ്. അപ്പോൾ ആൻസർ ബി ആണ്. CO2 റിട്ടൻഷൻ വരുമ്പോഴാണ് വരുന്നത്. അയനോട്രോപ്സ് മീൻസ് നമ്മുടെ ഹാർട്ടിൻ്റെ കോൺട്രാക്ഷൻ്റെ പവർ കൂട്ടുന്നതിനാണ് അയനോട്രോപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഹാർട്ടിൻ്റെ പമ്പിങ് ബെറ്റർ ആവും. അപ്പോൾ ആൻസർ ബി ആണ്, കോൺട്രാക്റ്റിലിറ്റി. വാസോഡയലറ്റേഴ്സ് കോസ്. വാസോഡയലറ്റേഴ്സ് ബ്ലഡ് വെസൽസ് ഡയലേറ്റ് ചെയ്യും, അപ്പോൾ റെസിസ്റ്റൻസ് കുറയും. അപ്പോൾ ആൻസർ ബി ആണ്. ഹിപ്പാരിൻ. ഹിപ്പാരിൻ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഒരു ആൻറ്റികോഗുലൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നു. കാർഡിയക് പേഷ്യൻസ് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ആൻസർ ബി ആണ്. പ്രോട്ടോമിൻ. ഹിപ്പാരിൻ്റെ ആക്ഷൻ കുറയ്ക്കുന്നത് പ്രോട്ടോമിൻ ആണ്. അപ്പോൾ ന്യൂട്രലൈസേഴ്സ് ആക്ഷൻ ഓഫ് ഹിപ്പാരിൻ. ആൻസർ ബി ആണ്. ACT എന്ന് വെച്ചാൽ എന്താണ്? ആക്ടിവേറ്റഡ് ക്ലോട്ടിംഗ് ടൈം ആണ്. അതെന്താണ് നോക്കുന്നത്? ക്ലോട്ടിംഗ് ക്ലോട്ടിങ്ങിനെ മെഷർ ചെയ്യുന്ന ഒരു മെത്തേഡാണ്. ആൻസർ ബി ആണ്. ലാക്റ്റേറ്റ് റൈസസ്. ലാക്റ്റേറ്റ് നമ്മൾ സാധാരണ മസിൽസിൽ നിന്നൊക്കെ ഓക്സിജൻ കിട്ടാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബൈ പ്രൊഡക്റ്റാണ് ലാക്റ്റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ബ്ലഡ് സപ്ലൈ കറക്റ്റായിട്ട് വന്നില്ലെങ്കിൽ ലാക്റ്റേറ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആൻസർ ബി ആണ്, ഹൈപ്പോ പെർഫ്യൂഷൻ. ആഫ്റ്റർ ലോഡ് റിപ്പോർട്ട്സ്. ആഫ്റ്റർ ലോഡ് വെച്ചാൽ ഹാർട്ടിൽ നിന്ന് ബ്ലഡ് പുറത്തേക്ക് പോകുന്നതിനാണ്, പോകുമ്പോൾ ഉള്ള വർക്ക് ലോഡിനെയാണ് ആഫ്റ്റർ ലോഡ് എന്ന് പറയുന്നത്. അപ്പം പുറത്തേക്ക് പോകുന്ന ട്യൂബിലേക്ക് എന്തെങ്കിലും റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ ആഫ്റ്റർ ലോഡ് കൂടും. അപ്പോൾ ആൻസർ ബി ആണ്, റെസിസ്റ്റൻസ്. അപ്പോൾ ഹാർട്ടിൽ നിന്ന് ബ്ലഡ് പുറത്തേക്ക് പോകാൻ ഒരു തടസ്സം ഉണ്ടാവും, അതിനാണ് ആഫ്റ്റർ ലോഡ് എന്ന് പറയുന്നത്. പ്രീലോഡ് എന്ന് വെച്ചാൽ ഹാർട്ടിലേക്ക് വരുന്ന ബ്ലഡിൻ്റെ അളവിനെയാണ് പ്രീലോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഹാർട്ടിലേക്ക് എത്ര വർക്കുണ്ട് എന്നുള്ളതാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ ആൻസർ ബി ആണ്, വോളിയം. എത്ര ബ്ലഡ് ഹാർട്ടിലേക്ക് വന്ന് കയറുന്നു അത് പ്രീലോഡും, എത്ര ബ്ലഡ് ഹാർട്ടിന് പമ്പ് ചെയ്യാൻ പറ്റുന്നു പുറത്തേക്ക് പമ്പ് ചെയ്യുമ്പോൾ ഉള്ള തടസ്സം ആഫ്റ്റർ ലോഡ് എന്നും പറയാം. ആൻസർ ഇതിൽ ബി ആണ്, വോളിയം. സ്ട്രോക്ക് വോളിയം. സ്ട്രോക്ക് വോളിയം എന്ന് വെച്ചാൽ എന്താണ്? ഒരു ഹാർട്ട് ബീറ്റ് സമയത്ത് എത്ര ബ്ലഡ് പുറത്തേക്ക് പോകുന്നു എന്നുള്ളതാണ് സ്ട്രോക്ക് വോളിയം. ഒരു സമയത്ത് ഹാർട്ട് ബീറ്റ് ചെയ്യുമ്പോൾ എത്ര ബ്ലഡ് പുറത്തേക്ക് പോകുന്നു. അപ്പോൾ അതിൻ്റെ ബ്ലഡ് പെർ ബീറ്റ് ആണ്. ആൻസർ എ ആണ്. കാർഡിക് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്താണ്?
ഹാർട്ട് റേറ്റ് ഇൻറ്റു സ്ട്രോക്ക് വോളിയം. അപ്പോൾ ഹാർട്ടിൻ്റെ റേറ്റ് എത്രയാണ്, അതേസമയത്ത് ഒരു പമ്പിങ്ങിലും എത്ര ബ്ലഡ് പോകുന്നു, ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്യുമ്പോഴാണ് കാർഡിയക് ഔട്ട്പുട്ട് ആവുന്നത്. അപ്പോൾ ഹാർട്ട് റേറ്റ് ഇൻറ്റു സ്ട്രോക്ക് വോളിയം. ആൻസർ എ ആണ്. MAP മിനിമം ആൻഡ് മീൻ ആർട്ടീരിയൽ പ്രഷറാണ് MAP എന്ന് പറയുന്നത്. അപ്പം ഇതെങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? സിസ്റ്റമിക് ബ്ലഡ് പ്രഷർ പ്ലസ് 2 ഡയസ്റ്റോളിക് ബ്ലഡ് പ്രഷർ ഡിവൈഡഡ് ബൈ 3, ഇതാണ് എൻ്റെ ഫോർമുല. അപ്പോൾ ആൻസർ ബി ആണ്. SpO2 ഇൻഡിക്കേറ്റ്സ്. SpO2 എന്താ കാണിക്കുന്നത്? ബാലൻസ് ബിറ്റ്വീൻ ഓക്സിജൻ ഡെലിവറി ആൻഡ് ഓക്സിജൻ കൺസംഷൻ. ഓക്സിജൻ എത്ര കൊടുക്കുന്നു, എത്ര ഓക്സിജൻ അവിടെ യൂസ് ആവുന്നു, അതിൻ്റെ ബാലൻസ് ആണ് പറയുന്നത്. അപ്പം തിരിച്ചു വരുന്ന ബ്ലഡിൽ എത്ര ഓക്സിജൻ ഉണ്ടെന്ന് നോക്കും. പെർസെൻറ്റേജ് ഓഫ് ഓക്സിജൻ റിമൈനിങ് ഇൻ വീനസ് ബ്ലഡ് ആണ് ആഫ്റ്റർ യൂസ്. അപ്പം അങ്ങോട്ട് പോയപ്പോൾ എത്ര ഓക്സിജൻ പോയി, തിരിച്ചു വന്നാൽ എത്ര ഓക്സിജൻ ബാക്കിയുണ്ട്, ഈ ഡിഫറൻസ് ആണ് SpO2 എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ബി ആണ്. ബാലൻസ് DO2 ഡിവൈഡഡ് ബൈ VO2. നൈട്രോഗ്ലിസറിൻ കോസസ്. നൈട്രോഗ്ലിസറിൻ എന്താ ചെയ്യുന്നത്? വാസോ ഡൈലേഷൻ ചെയ്യും, BP കുറയ്ക്കും, ബ്ലഡ് സപ്ലൈ ഇംപ്രൂവ് ആവും. ആൻസർ ബി ആണ്. ഡോബിറ്റാബിൻ ഇൻക്രീസസ്. ഡോബിറ്റാബിൻ എന്താ ചെയ്യുന്ന? ബ്ലഡിൻ്റെ ഹാർട്ടിൻ്റെ കോൺട്രാക്ഷൻ ഫോഴ്സ് കൂട്ടും, അപ്പോൾ കാർഡിക് ഔട്ട്പുട്ട് കൂടും. ആൻസർ എ ആണ്, കോൺട്രാക്റ്റിലിറ്റി. ഹൈപ്പോകലീമിയ. ഹൈപ്പോകലീമിയ ECGയിൽ എന്ത് മാറ്റമാണ് വരുന്നത്? നൊട്ടേഷൻ പറയുമ്പോൾ സാധാരണ T വേവ് ചെറുതാവും, അപ്പോൾ അതിന് പകരം U വേവ് ഉണ്ടാവുന്നത്. ആൻസർ ബി ആണ്, U വേവ്. ഹൈപ്പർകലീമിയ ടോൾ T വേവ് ആണ്, T വേവിൻ്റെ വലിപ്പം കൂടുതലായിരിക്കും. ആൻസർ ബി ആണ്. ഡീഫിബ്രിലേഷൻ യൂസ്ഡ്. ഡീഫിബ്രിലേഷൻ അല്ലെങ്കിൽ നമ്മൾ ഷോക്ക് കൊടുക്കുന്ന എപ്പോഴാണ്? ആൻസർ VF-ലാണ് നമ്മൾ വെൻട്രിക്കുലർ ഫിബ്രിലേഷനാണ് ഡീഫിബ്രിലേറ്റ് ചെയ്യുന്നത്. ആൻസർ ബി ആണ്. ടെമ്പറേച്ചർ സൈറ്റ് കോർ. എവിടെ നിന്ന് ടെമ്പറേച്ചർ എടുക്കുമ്പോൾ കറക്റ്റായിട്ട് കിട്ടും. ഇപ്പോൾ ഉള്ളിലുള്ള ടെമ്പറേച്ചർ അല്ലെങ്കിൽ കോർ ടെമ്പറേച്ചറാണ് ഇമ്പോർട്ടൻറ്റ്. ആൻസർ ബി ആണ്, ഈസോഫാഗസ്. ഷിവറിംഗ് എഫക്റ്റ്. ഷിവറിംഗ് എഫക്റ്റ് എന്താണ്? ആൻസർ ബി ആണ്, ഓക്സിജൻ ഡിമാൻഡ് കൂടും. ഷിവറിംഗ് വന്നാൽ ഓക്സിജൻ ഡിമാൻഡ് കൂടും. ആൻസർ ബി ആണ്. എയർ ഇമ്പൾസ് ഒക്കേഴ്സ് ഇൻ. എപ്പോഴാണ് എയർ ഇമ്പൾസ് വരാൻ സാധ്യത? ആൻസർ എ ആണ്, കാർഡിക് സർജറി സമയത്ത് അല്ലെങ്കിൽ കാർഡിയോപൾമണറി ബൈപ്പാസ് ചെയ്യുമ്പോൾ എയർ ഇമ്പൾസ് വരാൻ സാധ്യതയുണ്ട്. ആൻസർ എ ആണ്. ഫൈനൽ ഗോൾ. അനസ്തേഷ്യയുടെ ഫൈനൽ ഗോൾ എന്താണ്? സ്ലീപ്പ് വേണം, പെയിൻ റിലീഫ് വേണം, സേഫ്റ്റി വേണം. ആൻസർ ഡി ആണ്, എല്ലാം വേണം. അപ്പോൾ കംപ്ലീറ്റ് കെയർ ആണ് ഉദ്ദേശിക്കുന്നത്. ഡേ കെയർ അനസ്തേഷ്യ എയിംസ് ഫോർ. ഡേ കെയർ അനസ്തേഷ്യ എന്ന് പറയുമ്പോൾ ഡേ ടൈമിൽ ഡേ കെയർ സർജറി ചെയ്ത് പേഷ്യൻ്റ് അന്ന് തന്നെ പോകുന്നു, ഡിസ്ചാർജ് ചെയ്ത് പോകുന്നു. അപ്പോൾ അതിനകത്ത് എന്താണെന്നുള്ള പെട്ടെന്ന് പേഷ്യൻ്റ് അനസ്തേഷ്യയിൽ പുറത്തേക്ക് വരുന്നു. അപ്പോൾ ആൻസർ ബി ആണ്. ഐഡിയൽ അനസ്തറ്റിക് ഫോർ ഡേ കെയർ സർജറി. ഏറ്റവും ഡേ കെയർ സർജറിക്ക് എല്ലാം നല്ല അനസ്തറ്റിക് എങ്ങനെയായിരിക്കണം സ്വഭാവം? അപ്പം ഷോർട്ട് ആക്ടിങ് ആയിരിക്കണം, പെട്ടെന്ന് ആക്ട് ചെയ്യണം, പെട്ടെന്ന് അനസ്തേഷ്യയിൽ പുറത്ത് വരണം. അപ്പം ബി ആണ് ആൻസർ. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഡിസ്ചാർജ് ക്രൈറ്റീരിയ. ഡിസ്ചാർജ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട ക്രൈറ്റീരിയ എന്താണ്? പേഷ്യൻ്റ് വൈറ്റൽസ്, BP, പൾസ്, റെസ്പിറേഷൻ, SpO2 ഇതെല്ലാം സ്റ്റേബിൾ ആയിരിക്കണം. ആൻസർ ബി ആണ്. ട്രോമ പ്രയോറിറ്റി. ട്രോമയിൽ ഒരു ഇഞ്ചുറി ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ചെയ്യേണ്ടത് എന്താണ്? ABC ആണ്, എയർവേ ബ്രീതിങ് സർക്കുലേഷൻ ആണ്. ഫസ്റ്റ് സ്റ്റെപ്പ് ട്രോമ ഇഞ്ചുർഡ് പേഷ്യൻ്റ് വന്നു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ നോക്കേണ്ടത് എന്താണ്? ഫസ്റ്റ് എയർവേ നോക്കണം. ബി ആണ്. ഷോക്ക് എന്ന് വെച്ചാൽ എന്താണ്? ബ്ലഡ് പെർഫ്യൂഷൻ ഇല്ല, ബ്ലഡ് സർക്കുലേഷൻ ഇല്ല, ബ്ലഡ് ഫ്ലോ കറക്റ്റ് ഇല്ല, അല്ലെങ്കിൽ ബ്ലഡ് ഫ്ലോ പ്രഷർ കുറവാണ്, BP കുറവാണ്, ചിലപ്പോൾ ബ്ലഡ് ലോസ് വന്ന് കാണും. അതുകൊണ്ട് എല്ലാ ഓർഗൻസിലും ഓക്സിജൻ എത്തുന്നില്ല, ബ്ലഡ് എത്തുന്നില്ല. അപ്പോൾ ആൻസർ ബി ആണ്, പുവർ പെർഫ്യൂഷൻ. ഹൈപ്പോവോളിമിക് ഷോക്ക് ഈസ് ഡ്യൂ ടു ബ്ലഡ് ലോസ്. ബ്ലഡ് നഷ്ടപ്പെടുമ്പോൾ വോളിയം കുറയുമ്പോൾ ഷോക്കിലേക്ക് പോകാം. ആൻസർ ബി ആണ്. ഫ്ലൂയിഡ് ഓഫ് ചോയ്സ് ഇൻ ഷോക്ക്. ഷോക്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് കൊടുക്കുന്ന, ഏറ്റവും നന്നായിട്ട് കൊടുക്കാൻ പറ്റിയ ഫ്ലൂയിഡ് ഏതാണ്? ക്രിസ്റ്റലോയിഡ്സ് ആണ്. ആൻസർ ബി ആണ്. അതാണ് ഫസ്റ്റ് ലൈൻ ഓഫ് ചോയ്സ്. തൊറാസിക് അനസ്തീഷ്യ റിക്വയർസ്. തൊറാക്സിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ, ഇഞ്ചുറി ഉണ്ടെങ്കിൽ, സർജറി ആണെങ്കിൽ എങ്ങനത്തെ അനസ്തീഷ്യ വേണ്ടുന്നത്?
ആൻസർ എയർവേ ഐസൊലേഷൻ. എയർവേ ക്ലിയർ ആയിരിക്കണം, അത് ഐസൊലേറ്റ് ചെയ്യണം. ആൻസർ എ ആണ്. ഡിവൈസ് ഫോർ ലങ് ഐസൊലേഷൻ. ലങ്സിനെ സെപ്പറേറ്റ് ആയിട്ട് ഐസൊലേറ്റ് ചെയ്ത് നിർത്താനുള്ള ഡിവൈസ് എന്താണ്? ഡബിൾ ലിവൻ ട്യൂബ് ആണ്. ആൻസർ ബി ആണ്. വൺ ലങ് വെന്റിലേഷൻ പർപ്പസ്. വൺ ലങ് വെന്റിലേഷൻ എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്? നമ്മൾ ലങ്സ് കൊളാപ്സ് ആയപ്പോൾ മറ്റേ ലങ്ങിനെ വെന്റിലേറ്റ് ചെയ്യണം. ആൻസർ ബി ആണ്, കൊളാപ്സ് ലങ്സ്. മെയിൻ റിസ്ക് ഇൻ തൊറാസിക് സർജറി. തൊറാസിക് സർജറിയിൽ പ്രധാനപ്പെട്ട റിസ്ക് എന്താണ്? ലങ്സിനെ ബാധിക്കാൻ സാധ്യതയുണ്ട്, അത് ഹൈപ്പോക്സി വരാൻ സാധ്യതയുണ്ട്. ആൻസർ ബി ആണ്, ഡ്യൂ ടു വൺ ലങ് വെന്റിലേഷൻ ആണ്. CPR സ്റ്റാൻഡ്സ് ഫോർ കാർഡിയോ പൾമണറി റിസസിറ്റേഷൻ. നമ്മൾ BLS ചെയ്യുന്നതാണ് CPR എന്ന് പറയുന്നത്. ആൻസർ ബി ആണ്. കംപ്രഷൻ റേറ്റ് നമ്മൾ BLSൽ 100 to 120 ആണ്. നമ്മൾ കംപ്രഷൻ മാത്രം ചെയ്യുകയാണെങ്കിൽ നമ്മൾ 100 to 120 ആണ്. ആൻസർ സി ആണ്. കംപ്രഷൻ ഡെപ്ത് സാധാരണ 2 inches അല്ലെങ്കിൽ 5 to 6 centimeters ആണ്. ആൻസർ സി ആണ്. കംപ്രഷൻ റേഷ്യോ 15:1 അല്ലെങ്കിൽ 30:2 ആണ്. ഇവിടെ ആൻസർ ബി ആണ്. 30 കംപ്രഷന് 2 റെസ്പിറേഷനും ആണ്. ഡ്രഗ് ഇൻ കാർഡിയക് അറസ്റ്റ്. കാർഡിയക് അറസ്റ്റിൽ കൊടുക്കുന്ന മെയിൻ ഡ്രഗ് ഏതാണ്? അഡ്രിനാലിൻ ആണ്. ആൻസർ ബി ആണ്. ഡിഫിബ്രിലേഷൻ എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്? എന്തെങ്കിലും ഫിബ്രിലേഷൻ അല്ലെങ്കിൽ ടാക്കികാർഡിയ വരുമ്പോൾ സാധാരണ ബി ആണ്, VF VT. വെൻട്രിക്കുലർ ഫിബ്രിലേഷൻ ആൻഡ് വെൻട്രിക്കുലർ ടാക്കികാർഡിയ. സൈൻ ഓഫ് എഫക്റ്റീവ് CPR കൊടുക്കുമ്പോൾ റിസൾട്ട് കിട്ടിയെന്ന് എങ്ങനെ അറിയാൻ പറ്റും? ആൻസർ ബി ആണ്. പേഷ്യൻ്റ് ബ്രീത്ത് എടുക്കാൻ തുടങ്ങും, അപ്പം ചെസ്റ്റ് അനങ്ങും, അപ്പം ചെസ്റ്റ് റൈസ്. റിക്കവറി പൊസിഷൻ യൂസ്ഡ് ഫോർ. റിക്കവറി പൊസിഷൻ പേഷ്യൻ്റെ സൈഡിലേക്ക് ചരിച്ച് കിടക്കുന്ന ലാറ്ററൽ പൊസിഷനാണ്. അപ്പം ഏത് പേഷ്യൻ്റ് കൊടുക്കുന്നത്? അൺകോൺഷ്യസ് ആണ്, ബ്രീത്ത് ചെയ്യുന്ന പേഷ്യൻ്റ് ആണെങ്കിൽ റിക്കവറി പൊസിഷൻ. ആൻസർ എ ആണ്. ഇനി essay ക്വസ്റ്റ്യൻസ് ഉണ്ട് ഇതിനകത്ത്. essay ക്വസ്റ്റ്യൻസ് നിങ്ങൾ നോക്കിയിട്ട് നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയലിൻ്റെ ആൻസേഴ്സ് കണ്ടെത്തണം. അപ്പം ഇതായിരിക്കും മിക്കവാറും വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പം ഈ വീഡിയോയിൽ ഞാൻ 3 യൂണിറ്റ് ഉള്ളതുകൊണ്ടാണ് MCQയുടെ എണ്ണം കൂട്ടിയിരിക്കുന്നത്. അതേപോലെ essay ക്വസ്റ്റ്യൻസ് 10ന് പകരം 15 ക്വസ്റ്റ്യൻസ് ഇട്ടിട്ടുണ്ട്. അപ്പം 3 യൂണിറ്റ് കവർ ചെയ്യാൻ വേണ്ടിയാണ്. ഓക്കെ, അപ്പോൾ ഇത് നോക്കിയിട്ട് നിങ്ങളുടെ ആൻസേഴ്സ് സ്റ്റഡി മെറ്റീരിയൽ കണ്ടെത്തണം. ഓക്കെ, പിന്നെ സബ്സ്ക്രൈബ് ചെയ്താൽ നല്ലതായിരിക്കും. കാരണം എല്ലാ ലിങ്ക് ചിലപ്പോൾ ഞാൻ ഷെയർ ചെയ്യാൻ പറ്റത്തില്ല, അത് വിട്ടുപോകും. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ കിട്ടുന്ന രീതിയിലാക്കി വയ്ക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം.